ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു ചോട്ടോക്സ്. സോ നമുക്ക് ലാസ്റ്റ് വീക്ക് നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടി. 300 പോയിൻറ്റ്സിൻ്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൊമെൻറ്റ് വേണ്ടിയിട്ട്. സോ നമുക്ക് അടുത്ത വീക്കിൽ അനാലിസിലോട്ട് പോകാം. ജസ്റ്റ് ഗോ ടു ദ ചാർട്ട്. ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം ഇവിടെ മൺഡേ ട്രേഡിങ് നിഫ്റ്റിയുടെ. ഓക്കെ ഓക്കെ നിഫ്റ്റി നിഫ്റ്റി ഇപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് വീഡിയോസിൽ. അതായത് ഈ ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു നാരോ റേഞ്ചിലാണ് നിഫ്റ്റി ഉള്ളത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിന് മൊമെൻറ്റ് തരുമെന്ന് നമ്മൾ ലാസ്റ്റിൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. സോ ഈ നിഫ്റ്റി ഈ ഒരു ബ്രേക്ക് ചെയ്തിട്ട് 15 മെയ്യിലുണ്ടാക്കിയൊരു ഹൈ, ഈ ഒരു ഹൈ വരെയാണ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡിൽസ് കണ്ടാലേ അറിയാം. ഡെയിലി കണ്ടോ, ഒരു ക്യാൻഡിലും പോസിറ്റീവായിട്ട് അതായത് ക്ലോസ് ചെയ്തിട്ടില്ല മുകളിൽ. ബട്ട് ദിസ് ഇസ് എ ക്യാൻഡിൽ വിച്ച് ഇസ് ക്ലോസ്ഡ് അബവ് ദീസ് കീ ലെവൽസ്. നിഫ്റ്റി ഒരു ബുള്ളിഷ് മർബൂസ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒബ്വിയസ്ലി ഇതൊരു ബുള്ളിഷ് സൈൻ തന്നെയാണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. സോ ബട്ട് ദ വാർ ഈസ് ഗോയിങ് ഓൺ ഇൻ മിഡിൽ ഈസ്റ്റ്. ബട്ട് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടും നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും ഉണ്ടോ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങും മേ ബി ഉണ്ടാവാൻ. സോ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ചെറിയൊരു 50 മിനിറ്റ്സിലിട്ടിട്ട് ഞാനൊരു അനാലിസിസ് ചെയ്യാം. ഈ ഒരു ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മുടെ ചാർട്ടിൽ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യും. ഇപ്പം നിഫ്റ്റി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്താണ് ക്ലോസ് ചെയ്തത്. സോ ഈ ഏരിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് നോക്കാം. ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലെ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സിംഗ് ലോയും ഇസ് ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഓക്കെ, സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 24,935 ബിസിൽ 24,950 വെക്കാം. നമുക്ക് 24,950 നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഷോർട്ട് ട്രേഡ് നമ്മൾ മൺഡേ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് ഇട്ടേക്കാം. ഈ ഒരു ഷോർട്ട് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, സോ ഒരു ഗ്യാപ്പ് അപ്പിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുന്നെങ്കിൽ, ഇത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആകുന്നെങ്കിൽ നിഫ്റ്റി ഇവിടെ വന്നിട്ട് റേസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാൻ നമ്മൾ ഗ്യാപ്പ് അപ്പിൻ്റെ പ്ലാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, പ്ലാൻ ബി, ഇത് നമ്മൾ പ്ലാൻ എ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ എ ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ താഴോട്ട്. പ്ലാൻ ബി ഇതാണ്. ഓക്കെ, റേസ് ചെയ്തിട്ട് അതിന് സെൽ ഓൺ റേസ് കൺസെപ്റ്റിൽ നമ്മൾ റിവേഴ്സ് പ്ലാൻ ചെയ്യും. അതല്ല നിഫ്റ്റി ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ബൈ സൈഡിലോട്ടേ പോകത്തുള്ളൂ. നമ്മൾ പോകത്തുള്ളൂ. നേരെ നമ്മൾ എന്താ പറയുക 300, 400, 500 ലെവലിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. സോ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ രണ്ട് സിറ്റുവേഷൻസാണ് ഉള്ളത്. സോ ഒന്നുകിൽ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ബൈ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. സെൽ ഓൺ ട്രേഡ്സ് ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ താഴോട്ട്. സോ ഈ ഒരു പ്ലാൻ നമുക്ക് എക്സിക്യൂട്ട് ആവും മൺഡേ പ്ലാൻ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ. ബട്ട് ഒബ്വിയസ്ലി ഞാൻ ഒരു സെൽ റെക്കമെൻഡേഷൻ എൻ്റെ സൈഡിൽ ഞാൻ ചെയ്തില്ല. നമ്മൾ ബൈ സൈഡിലുള്ള ട്രേഡ് മാത്രമേ നമ്മൾ പ്രിഫർ ചെയ്തുള്ളൂ. സോ ബിക്കോസ് ട്രെൻഡ് നിഫ്റ്റിയുടെ അപ്പാണ്. സോ നമ്മൾ അപ്പ് സൈഡിലുള്ള ട്രേഡ് മാത്രമേ ഫസ്റ്റ് ടൈം പ്ലാൻ ചെയ്തുള്ളൂ. ബട്ട് ഇങ്ങനൊരു സിനാരിയോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഷോർട്ട് ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കുന്നുള്ളൂ. നിങ്ങളുടെ അനാലിസിസ് നോക്കിയിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ പ്ലസ് ആയിട്ട് തോന്നുന്നത് അതാണ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എൻ്റെ ട്രേഡ് ഞാനൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ എന്നല്ല പറയുന്നത്. സോ എൻ്റെ പ്ലാനിങ് ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്, ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ. സോ ഇതിലൂടെ ഞാനും ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും പ്ലീസ് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഈ വീഡിയോയ്ക്ക്. സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.